സോ എസ്തർ, എന്താ? ഇല്ല, അത് നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എനിക്കറിയാം പ്രേക്ഷകരെ, അവർ ആ TV സെറ്റിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാനേ, ഞങ്ങളുടെ കുട്ടി അവിടെ ഇരിക്കുകയാണ്, ആ കുട്ടി വന്നിരിക്കുമ്പോൾ ചോദ്യമൊക്കെ പിന്നെ ചോദിച്ചാൽ മതി, ആദ്യം ഞങ്ങൾക്ക് അവളുടെ ഒരു പാട്ട് കേൾക്കണം. ഇവരെന്നോട് പറയും ഞാനതല്ലേ ചോദിക്കാൻ വരുന്നത്, എനിക്കറിയാം ചോദിക്കാൻ. ആ എസ്തർ, അവർ പറഞ്ഞതുകൊണ്ട് ഒരു പാട്ട് പാടി. ഞാൻ ദൃശ്യത്തിലെ പാട്ട് പാടിയാൽ മതിയോ? ദൃശ്യത്തിലെ പാട്ട്, ദൃശ്യത്തിലെ പാട്ട് പാടിയാ മതിയോന്നല്ല, ദൃശ്യത്തിലെ പാട്ട് തന്നെ പാടണം. മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടുമൽ കുരുന്നും മാറിവിൽ കൂട നീർത്തും. അമ്മക്കിളിയുടെ രണ്ട് ഓമൽ കിളിയും ഓമൽ കുരുന്നും കുരുന്നും, അതില് ഇളയ ഓമൽ കുരുന്ന അല്ലേ? അതെ. അപ്പോ ആ ഓമൽ കുരുന്നിനോട് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ കലാഭവൻ ഷാജോണിനെ അങ്ങ് തട്ടിയാലോ? അയ്യോ, ആളുണ്ട്, നമുക്ക് ആളുണ്ട്, ഏർപ്പാട് ചെയ്യാം. പാവം, ശരിക്കും പാവമാണ്. ആണോ? അതെ. പക്ഷെ എന്തോ എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. ഷാജോണിനെ എനിക്കും നേരിട്ടറിയാം, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. പാവമാണ് കേട്ടോ. ആണോ? ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത സത്യം പറഞ്ഞാൽ അതിനു മുമ്പൊക്കെ നല്ല ചിരിച്ച് കളിച്ചിരുന്നിട്ട് അവിടെ ആണെങ്കിൽ നിന്നിട്ട് ഇങ്ങനെ കരച്ചിലായിട്ടൊന്നും വരുന്നില്ല, ശരിക്കും തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും നല്ല ആളാണ്. ആണല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ രംഗം അഭിനയിച്ചപ്പോ? ആ രംഗം അഭിനയിച്ചപ്പം ആ മുഹൂർത്തത്തിൽ നമ്മുടെ പള്ളിയിലച്ഛന്മാർ പറയും പോലെ, അതായത് ആ നിമിഷത്തിൽ അഥവാ ആ വേളയിൽ എന്നൊക്കെ പറയുന്നത് പോലെ, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ കഴിയാനായിട്ട് 4 ദിവസം കൂടി ഉള്ളപ്പോൾ ആണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇത് 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ആദ്യത്തെ ദിവസം ആണെങ്കിലും ഇടിയും മടിയും എല്ലാം കൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ, പക്ഷെ നല്ല രസമായിരുന്നു അന്നൊക്കെ എല്ലാവരും കൂടെ കൂടി. ഓക്കെ, 2ാമത്തെ ദിവസമാണ് എനിക്ക് അടി കിട്ടുന്ന ഫീലിങ്സൊക്കെ. 2ാമത്തെ ദിവസമാണ്. അന്നാണെങ്കിൽ നല്ല തമാശയും നല്ല സന്തോഷവും ഒക്കെ ആയിട്ടൊക്കെയാണ്. ആ സീൻ ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന്. ജിത്തുവങ്കിൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അടി കിട്ടും, അപ്പോൾ വീഴണം, അങ്ങനെയാണ് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല ഒക്കെ സമ്മതിക്കില്ല കേട്ടോ. കഷ്ടം സുഹൃത്തെ, അത് പ്രോഗ്രാമിനിടയിൽ അത് പറ്റില്ല. അത് പ്രേക്ഷകർക്ക് വേണ്ടി ആ നിമിഷത്തിൽ എസ്തർ പറഞ്ഞ ആ ഡയലോഗ് ഉണ്ട്, ആ സംഭാഷണം ഉണ്ട്, ഒന്ന് പറയാം. അതിന് മുമ്പ് ആകെ 2 ലൈനേ പറഞ്ഞുള്ളൂ. ഞാൻ ഈ ചേട്ടനെ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകണം, ഇത് 2 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഡയലോഗ് തന്നെ, ആ ഡയലോഗിൽ തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ ഒരുപാട് ഹൃദയങ്ങൾ ഇങ്ങനെ വല്ലാതെ നോക്കി വേദനിച്ചു. എസ്തർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. കരഞ്ഞോ? ഇല്ല. കാരണം ഞങ്ങളതവിടെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ ഇതുള്ള കൊണ്ട് ഇല്ല. പക്ഷെ അത് കരഞ്ഞു പോകുന്നത് വേറെ. സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കുറേ പേര് വന്നിട്ട് ആൻറ്റിമാരൊക്കെ വന്ന് പറയുമ്പോൾ ഷോ അത് എന്നാലും തല്ലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ശരിക്കും സങ്കടം വന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഒരിക്കലും. അതുകൊണ്ട് ഈ പാപനാശം ചെയ്തപ്പോഴേ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ കമലഹാസനുമായുള്ള? സൂപ്പറായിരുന്നു ശരിക്കും. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു? അങ്കിള് എനിക്ക് 1 മാസം ഉണ്ടായിരുന്നു ഷൂട്ട്. അങ്കിള് എല്ലാം പറയും. അങ്കിള് ശരിക്കും വലിയ നോളജാണ് അങ്കിളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് കാര്യങ്ങൾ സിനിമേനെ കുറിച്ച്, സ്പോർട്സ് അല്ലാതെ പുറത്തുള്ള കാര്യങ്ങൾ ഒക്കെ പറയും. സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരു ദിവസം അശ്വമേധത്തിൻ്റെ അതിഥിയായി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന്. എന്നെങ്കിലും നടക്കുമായിരിക്കും അല്ലേ? നടക്കട്ടെ. ശരി, തൽക്കാലം നമുക്ക് ആ ഗെയിമിലോട്ടൊന്ന് ആരംഭിച്ചു വയ്ക്കാം അല്ലേ? ഈ കുതിര
ചിലപ്പോൾ മത്സരാർത്ഥിയെ പിന്തുണയ്ക്കും, ചിലപ്പോൾ എന്നെ പിന്തുണയ്ക്കും. പക്ഷേ ഇത്തവണ ഈ കുതിര എന്തായാലും എന്നെ പിന്തുണയ്ക്കില്ല. കാരണം ഈ കുതിരയ്ക്ക് ഭയങ്കര കരുത്താണ്. ഇതൊരു ചെമ്പൻ കുതിരയാണ്. പക്ഷേ ഈ കുതിരയുടെ കരുത്ത് പോലും അലിഞ്ഞു പോകും എസ്തറിനെ കാണും. കുതിരയ്ക്കും വാത്സല്യം ഉണ്ടാകും. എൻ്റെ ആദ്യത്തെ ചോദ്യം, എസ്തർ വിചാരിച്ചത് ഒരു പുരുഷനെയാണ്? യെസ്. ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. ഇല്ല. ഇല്ല. മറ്റേ ആ പയ്യനെന്ന് വിചാരിക്കാൻ പാടില്ല. ഇത് യഥാർത്ഥ മനുഷ്യരെ വിചാരിക്കാൻ പാടുള്ളൂ. അതെ, യഥാർത്ഥ ഒരു നിങ്ങൾ കൂടെ കൊന്നു കുഴിച്ചിട്ട പയ്യനെന്നും അല്ലല്ലോ. അതൊന്നും പാടില്ല കേട്ടോ. ഇന്ത്യൻ? നോ. അല്ല. അല്ല. ഏഷ്യൻ? അല്ല. അല്ല. നാച്ചുറൽ ഡെത്ത്, നോർമൽ ഡെത്ത്? ആണ്. നോർമൽ ആണ്. അതെ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അതെ. അതെ. USA? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക? ആണ്. അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? ലൈഫ് ലൈൻ. ഉണ്ട്, അതിലുണ്ട്, അതിൽ പെടുന്നതാണ്. അതിൽ പെടുന്നതാണ്. കല, ആർട്ട്? അതെ. ആണ്. അതെ. ആയിരത്തി 1950 ശേഷം മരണം? അതെ. അതെ. ആണ്. അതെ. 2000 ശേഷം മരണം? അല്ല. സിനിമയുമായി എന്തെങ്കിലും ബന്ധം? ഉണ്ട്. 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 അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന, അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളോ സ്ഥലങ്ങളോ ഉണ്ടോ അമേരിക്കയിൽ? ഉണ്ട്. 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 ഇനിയിപ്പോ എന്താ അടുത്ത പ്രോജക്റ്റ്? അടുത്ത പ്രോജക്റ്റ് റിലീസ് ചെയ്യാനുള്ളത് പാപനാശം മാത്രമേ ഉള്ളൂ. പാപനാശം മാത്രം. ഫസ്റ്റ് ഡേ ഞാൻ പോയി. താങ്ക് യു. കാണണം. തമിഴൊക്കെ പഠിച്ചോ? തമിഴ് പഠിച്ചിട്ടില്ല. അത് ആ ഫിലിമിലാണെങ്കിലും ചെന്നൈയിലൊക്കെ ഉള്ള പോലത്തെ സ്ലാങ് അല്ല, ഇച്ചിരി അവരുടെ തന്നെ ഉള്ളിലോട്ടുള്ള സ്ലാങ് ആണ്. സോ അങ്ങനെ പഠിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീമതി ഗൗതമി? സൂപ്പർ. അവരെയൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നു. ശരിക്കും സൂപ്പറായിരുന്നു. എസ്തർ, അനിൽ എന്ത് പറയുന്നു? എൻ്റെ അച്ഛൻ? അതെ. അപ്പ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മികച്ച കർഷകനാണ്. അതെ. അല്ലേ? അതെ. എസ്തറിന്റെ മുഴുവൻ പേരെന്താ? ആഗ്നസ് എസ്തർ അനിൽ. ആഗ്നസ് എസ്തർ അനിൽ. ആഗ്നസ് എസ്തർ അനിൽ. ആഗ്നസ് എസ്തർ അനിലിനോടുള്ള എൻ്റെ 14ാമത്തെ ചോദ്യം ഇതാ. ആഗ്നസ് എസ്തർ അനിലിൻ്റെ പ്രായത്തിലുള്ളവർക്ക് എൻ്റെ പ്രായത്തിലുള്ളവരെക്കാൾ കൂടുതൽ, അഥവാ എൻ്റെ പ്രായത്തിലുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ വിചാരിച്ച വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ആഗ്നസ് എസ്തർ അനിലിൻ്റെ പ്രായത്തിലുള്ളവരാണോ? അതെ. ആണ്. എസ്തറിന്റെ എയിൽ ആരംഭിക്കുന്ന, എ മലയാളത്തിലെ എയിൽ ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് പറയാം. മലയാളത്തിലെ ജീവിയാണോ? മലയാളത്തിൽ പറയാം. എയിൽ ആരംഭിക്കുന്ന ഒരു ജീവിയുടെ പേര്. എലിഫന്റ് എന്ന് പറയാൻ പറ്റൂല. എലി. 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 എലി എന്ന് പറയുമ്പോ എ. ഇത് മൗസ് അല്ലേ? എലി. ഈ കക്ഷിക്ക് മൗസുമായിട്ട് വല്ല ബന്ധമുണ്ടോ?
ഉണ്ട്. ഉണ്ടല്ലേ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ. അതെ. എസ്തറിന്റെ സ്കൂൾ എവിടെയാണ്? വയനാട്ടില് കൽപ്പറ്റയിൽ ഡീപോൾ അതൊരു സെയിന്റ് പേരാണ്. ഡീപോൾ. അവിടെ ഡീപോൾ. ഓക്കേ. അവിടെ 8th ഞാൻ പഠിക്കുന്നു. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. 8th ഞാൻ പഠിക്കുന്നു പറയാം. ശ്രീ കാവാല ശ്രീകുമാർ, ആ ഒരു സത്യസന്ധത ഇതായിരുന്നു എസ്തർ പറഞ്ഞത്. വളരെ സിൻസിയറായി പറഞ്ഞതാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, അവിടെ 8th ഞാൻ പഠിക്കുന്നു എന്ന് പറയാം. സമയം കിട്ടണ്ടേ അല്ലേ? ഇല്ല, ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിലും എക്സാം എല്ലാം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു. എക്സാം ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. 8ലാണ് പഠിക്കുന്നത്. അതെ. എസ്തർ വിചാരിച്ച വ്യക്തി ലോക കലാസ്വാദകരുടെ ഹൃദയത്തിൽ അനശ്വരമായ സ്ഥാനം പിടിച്ച അനിമേഷന്റെ അത്ഭുത സാധ്യതകൾ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയ ഒരാളിനെയാണ് എസ്തർ വിചാരിച്ചത്. വാൾട്ട് ഡിസ്നി അല്ലേ? വാൾട്ട് ഡിസ്നി, യഥാർത്ഥ പേര് വാൾട്ടർ ഏലിയാസ് ഡിസ്നി. ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആനിമേറ്റർ, സംരംഭകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ഏറ്റവും അധികം ഓസ്കാർ നാമനിർദ്ദേശങ്ങളും പുരസ്കാരങ്ങളും നേടിയ വ്യക്തി എന്ന റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട മിക്കി മൗസ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടിയാണ്. ഈ കുതിര ശരിയല്ല, കുതിരയെ നിന്റെ കരളലിയില്ലേ? സത്യത്തിൽ എസ്തർ വിജയിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ കുതിര എസ്തറിനെ പറ്റിച്ചു കളഞ്ഞു. അല്ല, കുതിര പറയുന്നു എസ്തറിന് ഓടാൻ ഒരുപാട് ദൂരങ്ങളുണ്ട്. എവിടെ? കലയുടെ, അഭിനയ കലയുടെ അനന്ത മേഖലകളിലേക്ക് എസ്തർ ഒരുപാട് കുതിക്കും എന്നാണ് കുതിര പറയുന്നത്. പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു പാട്ടുകൂടെ പഠിപ്പിച്ചിട്ടേ വിടൂ. ഇനിയും പാട്ടോ? എങ്കിൽ ഞാൻ എസ്തറിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എസ്തറിന് ഞാനും ഒരു സമ്മാനം തരാം. ഒരു പാട്ട് പാടിയാം. ഒരു പാട്ട് പാടാം, നിന്നുകൊണ്ട് പാടാം. 1000 കണ്ണുമാർ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. എസ്തർ പാട്ട് പാടി. എസ്തറിന് ഞാനൊരു സമ്മാനം, ഒരു കഥ പറഞ്ഞു തരാം. പക്ഷെ ആ കഥ പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ 2ാമത്തെ സൂചന നൽകേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ 2ാമത്തെ സൂചന ഇതാണ്: സേതുമാധവനിൽ നിന്നും ജയകൃഷ്ണനിലേക്ക് എത്രയാണ് ദൂരം? എസ്തറിന്റെ ജീവിതത്തിലെ അംബീഷൻ എന്താണ്? ഒരു നല്ല ആക്ട്രസ് ആവാനാണ് എൻ്റെ ലൈഫ്. നല്ല ആക്ട്രസ് ആണല്ലോ. ഇനിയും കൂടുതൽ മികച്ചൊരു നടിയാവും അല്ലേ?